നമസ്കാരം. പൊതുസ്ഥലങ്ങളിൽ ബുർഖയും നിഖാബും പൂർണ്ണമായി നിരോധിക്കുന്നതിനുള്ള നിയമനിർമ്മാണത്തിനൊരുങ്ങി സ്പെയിനിലെ ബലോറിക് ദ്വീപുകൾ. നിയമം ലംഘിച്ച് മുഖാവരണം ധരിക്കുന്നവർക്ക് 25,000 പൗണ്ട് വരെ പിഴ ചുമത്താനാണ് പുതിയ ബില്ലിൽ ശുപാർശ ചെയ്യുന്നത്. തീവ്ര വലതുപക്ഷ പാർട്ടിയായ വോക്സും പീപ്പിൾസ് പാർട്ടിയും സംയുക്തമായാണ് ബലോറിക് പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിച്ചത്. മൈനർമാരെയോ മറ്റ് സ്ത്രീകളെയോ നിർബന്ധിച്ച് മുഖാവരണം ധരിപ്പിക്കുന്നവർക്ക് 4 വർഷം വരെ തടവ് ശിക്ഷ നൽകാനും പുതിയ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. വിദേശികളായ വ്യക്തികൾ ഈ നിയമം ആവർത്തിച്ച് ലംഘിച്ചാൽ അവരെ രാജ്യത്തുനിന്ന് നാടുകടത്താനും ബില്ലിൽ ശുപാർശ ചെയ്യുന്നു. സ്ത്രീകളെ മുഖാവരണം ധരിക്കാൻ നിർബന്ധിക്കുന്നത് അവരുടെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണെന്ന് ബില്ലിനെ അനുകൂലിച്ചവർ വാദിക്കുന്നു. 21-ാം നൂറ്റാണ്ടിൽ ഇത്തരം മധ്യകാല ആചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്ന് വോക്സ് MP മാനുവേല കനാദാസ് വ്യക്തമാക്കി. സ്വന്തം സംസ്കാരവും അടയാളങ്ങളും നിലനിർത്തുന്നതിനാണ് മുൻഗണന നൽകേണ്ടതെന്നും സ്ത്രീകളെ തരം താഴ്ത്തുന്ന ഇസ്ലാമിക ആചാരങ്ങൾക്ക് സ്പാനിഷ് സമൂഹത്തിൽ സ്ഥാനമില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. സ്ത്രീകളുടെ വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കുന്ന ഒന്നാണ് ബുർഖയെന്നും അവർ ചൂണ്ടിക്കാട്ടി. അതേസമയം ഇടതുപക്ഷ കക്ഷികളായ PSIB, മെസ്പെർ മലോർക്ക, മെസ്പെർ മെനോക്ക, യുനൈദാസ് പെഡമോസ് എന്നിവർ ബില്ലിനെ ശക്തമായി എതിർത്തു. നിയമനിർമ്മാണത്തെ എതിർക്കുന്ന ഇടതുപക്ഷ കക്ഷികളെ കനാദാസ് രൂക്ഷമായി വിമർശിച്ചു. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്നവർ ഈ വിഷയത്തിൽ കപടനാട്യമാണ് കാണിക്കുന്നതെന്നും അവർ ആരോപിച്ചു. പൊതുസുരക്ഷയും ക്രമസമാധാനവും മുൻനിർത്തിയാണ് ഈ തീരുമാനമെന്നും ഇത് വിവേചനപരമല്ലെന്നും ഭരണപക്ഷ കക്ഷികൾ അവകാശപ്പെടുന്നു. മുഖാവരണങ്ങൾ വ്യക്തികളെ തിരിച്ചറിയുന്നതിന് തടസ്സമുണ്ടാക്കുമെന്ന് PP ഡെപ്യൂട്ടി ക്രിസ്റ്റീന ഗിൽ പറഞ്ഞു. ഈ നിയമം മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നില്ലെന്നും മറിച്ച് സ്ത്രീകളുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നതാണെന്നും അവർ വ്യക്തമാക്കി. എന്നാൽ പുതിയ ബിൽ വെറും വംശീയ അജണ്ടയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ബുർഖയോടും നിഖാബിനോടും തങ്ങൾക്ക് യോജിപ്പില്ലെന്ന് വ്യക്തമാക്കിയ ഇടതുപക്ഷ കക്ഷികൾ വോക്സ് പാർട്ടിയുടെ സ്ത്രീ സുരക്ഷാ വാദങ്ങൾ വ്യാജമാണെന്ന് ആരോപിച്ചു. സമൂഹത്തിൽ ഒരു പൊതുശത്രുവിനെ സൃഷ്ടിക്കാനും ഇസ്ലാം മതം തങ്ങളുടെ സംസ്കാരത്തിന് ഭീഷണിയാണെന്ന് വരുത്തി തീർക്കാനുമാണ് വലതുപക്ഷ കക്ഷികൾ ശ്രമിക്കുന്നതെന്ന് PSIB ഡെപ്യൂട്ടി തെരേസ സുവാരസ് പറഞ്ഞു. യൂറോപ്പിൽ പൊതുസ്ഥലങ്ങളിൽ ബുർഖ നിരോധിച്ച ആദ്യ രാജ്യം ഫ്രാൻസാണ്. 2011-ലായിരുന്നു ഫ്രാൻസിന്റെ ഈ നടപടി. തുടർന്ന് ഓസ്ട്രിയ, ട്യൂണീഷ്യ, തുർക്കി, ശ്രീലങ്ക, സ്വിറ്റ്സർലൻഡ് ഉൾപ്പെടെയുള്ള 20-ലധികം രാജ്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ മുഖാവരണം ധരിക്കുന്നതിന് വിവിധ തരത്തിലുള്ള നിയന്ത്രണങ്ങളോ നിരോധനങ്ങളോ ഏർപ്പെടുത്തിയിട്ടുണ്ട്. യൂറോപ്യൻ മനുഷ്യാവകാശ കോടതിയും ഇത്തരം നിരോധനങ്ങളെ പലപ്പോഴായി ശരിവച്ചിട്ടുണ്ട്. ബെൽജിയം ഏർപ്പെടുത്തിയ ബുർഖ നിരോധനം 2017-ൽ കോടതി ശരിവച്ചിരുന്നു. സമൂഹത്തിൽ ഒരുമിച്ച് ജീവിക്കുന്നതിനുള്ള അന്തരീക്ഷം ഉറപ്പുവരുത്താൻ ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ രാജ്യങ്ങൾക്ക് അവകാശമുണ്ടെന്നാണ് കോടതി അന്ന് നിരീക്ഷിച്ചത്. ഇറ്റലിയിലെ ലംപാർഡി പോലെയുള്ള ചില പ്രദേശങ്ങളിൽ 2015 മുതൽ പൊതുകെട്ടിടങ്ങളിലും ആശുപത്രികളിലും മുഖം മറയ്ക്കുന്നതിന് വിലക്കുണ്ട്. പോർച്ചുഗലിലും സമാനമായ രീതിയിൽ കടുത്ത വലതുപക്ഷ പാർട്ടിയായ ചേഗ കൊണ്ടുവന്ന മുഖാവരണ നിരോധന ബില്ലിന് പാർലമെന്റ് കഴിഞ്ഞ ഒക്ടോബറിൽ അംഗീകാരം നൽകിയിരുന്നു. യൂറോപ്പിലെ വളരെ ചെറിയൊരു വിഭാഗം മുസ്ലിം സ്ത്രീകൾ മാത്രമാണ് നിലവിൽ മുഖാവരണം ധരിക്കുന്നത്. എന്നിരുന്നാലും ലിംഗവിവേചനത്തിന്റെ പ്രതീകമാണെന്ന വാദവും സുരക്ഷാ ഭീഷണികളും ഉയർത്തി ബുർഖയും നിഖാബും നിരോധിക്കണമെന്ന ആവശ്യം യൂറോപ്പിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്.